വെൽക്കം ബാക്ക് ടു ദി പോഡ്കാസ്റ്റ്. അങ്ങനെ യൂറോ കപ്പിൽ ക്വാർട്ടർ മത്സരങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ നമ്മൾ കണ്ടതുപോലെ സ്പെയിൻ ജയിച്ചു, ആതിഥേയരായ ജർമ്മനിയെ കീഴടക്കിക്കൊണ്ട്. വളരെ നല്ലൊരു മത്സരം തന്നെയായിരുന്നു. രണ്ട് ഭാഗത്തും അറ്റാക്കിൻ്റെ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആദ്യം സ്പെയിൻ തന്നെയാണ് എല്ലാ മത്സരങ്ങളിലും സ്പെയിൻ തന്നെയാണ് അവരുടെ മത്സരം നന്നായി തുടങ്ങിയിട്ടുള്ള ടൂർണമെൻറ്റിൽ. അതുപോലെ ഈ മത്സരത്തിൽ അവർ നന്നായി തന്നെ തുടങ്ങി. പക്ഷേ ജർമ്മനിക്ക് ഇടയ്ക്ക് തിരിച്ചു വരാനുള്ള അവസരം ലഭിച്ചു. സ്പെയിൻ്റെ കാര്യമാണെങ്കിൽ എടുത്തു പറയേണ്ടത്, അവർ ആ ഫ്രണ്ട് ത്രീ കോച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും അവർ തിരിച്ചു വന്നു എന്നുള്ള ഒരു കാര്യം മൊറാട്ട, ലമീൻ, നിക്കോ മത്സരം സമനില ഇവരെല്ലാവരും തിരിച്ചു കയറിയപ്പോൾ, മത്സരം സമനിലാവുന്നതിന് മുന്നേ ഇവർ തിരിച്ചു കയറിയപ്പോൾ ഇനി സ്പെയിൻ ആ ഒരു അറ്റാക്കിംഗ് മൂവ്മെൻറ്റിലല്ല കളിക്കണം എന്ന് തന്നെ ഉറപ്പിച്ചതാണ്. പക്ഷേ ആ ഒരു അവസാനത്തെ ജർമ്മനിയുടെ അറ്റാക്ക് കൂടി കണ്ടപ്പോൾ ഒരു ഗോൾ, സമനില ഗോൾ ഏത് നേരം പ്രതീക്ഷിച്ചിരുന്നു അവസാനത്തെ ഒരു 5-6 മിനിറ്റിൽ. അതുപോലെ ഫ്ലോറിയൻ വിർട്സ് അടിച്ചും ചെയ്തു. അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിലോട്ട് പോയി. വളരെ അതുവരെ ആവേശകരമായ മത്സരം ചെയ്യുന്നു. എക്സ്ട്രാ ടൈമിൽ അതിലും കൂടുതൽ ആവേശമായിരുന്നു. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കൂടുതൽ ജർമ്മനി ചെയ്യുന്ന സമയത്ത് കൂടുതൽ ത്രെട്ട് സൃഷ്ടിച്ച്, അതുകൊണ്ട് ഫുൾ ക്രൂക്കൊക്കെ വന്ന ശേഷം ത്രെട്ട് അവർ സൃഷ്ടിച്ചുകൊണ്ട് അവർ തന്നെ ജയിക്കുന്നതാണ് കരുതിയത്. പക്ഷേ സ്പെയിൻ നല്ല രീതിയിൽ തന്നെ തിരിച്ചു വന്നു. ഒരു കിടിലൻ ഹെഡർ മിക്കൽ മൊറീനോ, ബാഴ്സലോണയുടെ കണക്കുള്ള പ്ലെയറാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ അത്രയും ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊടുത്ത് എത്തും എന്നുള്ളത് അറിയണം. നിക്കോനെ എത്തിച്ചതിൽ പിന്നെ വേറെ ട്രാൻസ്ഫർ തന്നെ ഈ ബാഴ്സലോണ ടീമിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പില്ല, വേറൊരു മേജർ സെയിൽ നടക്കാതെ. മേജർ സെയിൽ നടന്നാൽ ഇപ്പോൾ 2-3 ട്രാൻസ്ഫറൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മിക്കൽ മെറീനോയുടെ ഒരു കിടിലൻ ഹെഡർ. ഓൾമോ ഒന്നും പറയാനില്ല. ഓൾമോ പെട്രിക്ക് പരിക്കേറ്റി. അതോടെ ഫാൻസ്, ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന സ്പെയിനായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു പെട്രി കയറിയപ്പോൾ ഒരു പെട്ടെന്ന് തളർന്നു പോയ പോലെ ആയിരുന്നു. അതായത് മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ പിന്നെ ആരുമില്ല. അത്ര ഒരു അറ്റാക്കിംഗ് ഏരിയസിൽ ബോക്സിൻ്റെ അടുത്ത് നിന്ന് കളിക്കാൻ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും അറിയാം. അതുവരെ ഉള്ള മത്സരങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കീ പാസൊക്കെ കൊടുത്ത പ്ലെയർ തന്നെയായിരുന്നു പെട്രി. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് നഷ്ടപ്പെടുന്നതെന്ന് കരുതി. പക്ഷേ ഓൾമോ നല്ല രീതിയിൽ കളിച്ചാൽ ഓൾമോ നന്നായി ഷോട്ട് എടുക്കാൻ കഴിയുന്ന പ്ലെയറാണ്. ആദ്യം മുതൽ അതുപോലെ കളിക്കുമ്പോൾ ഏത് പൊസിഷനിൽ നന്നായി ഷോട്ട് എടുക്കാൻ കഴിയുന്ന പ്ലെയറാണ്. ആ ഒരു കഴിവ് ഇവിടെ എടുത്തു. പ്രത്യേകിച്ച് ആ ക്രോസ് അവസാനം കൊടുത്തത് ഒരു കിടിലൻ ക്രോസ് തന്നെയായിരുന്നു. റുഡിഗർ നോക്കിയിരുന്നു, അത് അവരുടെ മിസ്റ്റേക്ക്. അങ്ങനെ ആതിഥേയര ജർമ്മനി പുറത്തുപോയി. സ്പെയിൻ സെമിയിലേക്ക് കടന്നു കയറി. പിന്നെയുള്ളത് പോർച്ചുഗൽ ഫ്രാൻസ് മത്സരമായിരുന്നു. എങ്ങനെയാലും അറിയുന്നു, പോർച്ചുഗൽ റൊണാൾഡോ സെൻട്രിക് ആയിട്ടുള്ള ഒരു അറ്റാക്ക് അവർ മാറ്റാതെ എങ്ങനെയായാലും ഗ്രൂപ്പ് സെമിയിലോട്ട് കടക്കാൻ കഴിയില്ല. അത് പ്രത്യേകിച്ച് ഫ്രാൻസിനെതിരെയൊക്കെ എങ്ങനെയെങ്കിലും ഒരു 3-4 കിടിലൻ അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ, സ്പീഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ അവിടെ കൊണ്ടുവന്ന് ഷോട്ട് എടുക്കാൻ കഴിയുന്ന പ്ലേയേഴ്സിനെ അവിടെ എത്തിക്കില്ലാതെ റൊണാൾഡോനെ വെച്ച് പിന്നെയും കളിച്ചു. അവർ തന്നെ സ്വയം പണി മേടിച്ചു എന്ന് തന്നെ പറയാം. ഫ്രാൻസ് ഇതുവരെ ഗോളൊന്നും അടിച്ചിട്ടില്ലെങ്കിലും അവർക്ക് നോക്കൗട്ട് ഗ്രൂപ്പും ഇങ്ങനത്തെ ടൂർണമെൻറ്റൊക്കെ എങ്ങനെ ജയിച്ചു കയറണമെന്ന് പ്രത്യേകിച്ച് അതിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കുറച്ച് കാലങ്ങളായിട്ട് തന്നെ അവർ തന്നെയാണ്. പിന്നെ 2 വേൾഡ് കപ്പ് ഒക്കെ എടുത്തു നോക്കിയാൽ മതി. വേൾഡ് കപ്പ് യൂറോപ്പിൽ പലപ്പോഴും മോശം പ്രകടനമാണെങ്കിലും നോക്കൗട്ട് ടൂർണമെൻറ്റുകളിൽ അവരുടെ പ്രകടനം എപ്പോഴും ഈ ഒരു രീതിയിലാവാറുണ്ട്. ഒരു കൗണ്ടർ അറ്റാക്ക് രീതിയിൽ കുറച്ച് സിറ്റ് ബാക്ക് അറ്റാക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഫുൾ ഓൺ അറ്റാക്ക്, എങ്ങനെയെന്നുള്ളത് കോച്ചിന് ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സുകളുണ്ട്. പലപ്പോഴും മാറ്റി കളിക്കാൻ പറ്റില്ല ടാക്ടിക്സ്. ഇത് പക്ഷേ പോർച്ചുഗൽ ഫ്രാൻസ് അത്യാവശ്യം നല്ല ബോറിംഗ് മത്സരം തന്നെയായിരുന്നു. എങ്ങനെയായാലും ആരും ഗോൾ അടിച്ചില്ല. പിന്നെ ഫ്രാൻസ് സത്യം പറഞ്ഞാൽ എംബാപ്പേൻ്റെ ഒരു ഇഞ്ചുറി താരത്തിനെ കുറിച്ച് ബാധിച്ചോ എന്നുള്ള ഡൗട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ അലൻ ഷീറർ, അതുപോലെ അവരുടെയൊക്കെ പോഡ്കാസ്റ്റ്, റസീസ് ഫുട്ബോൾ പോഡ്കാസ്റ്റിൽ ഗാരി ലിനേക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എംബാപ്പേക്കിൻ്റെ ആ ഒരു ഇഞ്ചുറി, മൂക്കിനേറ്റ ഇഞ്ചുറി, പല ഫ്രഞ്ച് മാധ്യമപ്രവർത്തകരും പറയണത് താരത്തിന് സ്ലീപ്പൊക്കെ നഷ്ടപ്പെട്ടു, ഉറക്കമൊക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ബോഡി മൊത്തത്തിൽ ഒരു ഡൗൺ ആണ് എന്നുള്ള രീതിയിലാണ് ഗാരി ലിനേക്കർ ഒരു പോഡ്കാസ്റ്റിൽ സൂചിപ്പിച്ചത്. അപ്പോൾ ചിലപ്പോൾ ഒരു മെൻ്റലോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ താരം നേരിട്ടുണ്ടാവാം ഗ്രൗണ്ടിൽ, എന്താണോ അറിയില്ല. പക്ഷേ ഒരു മൊത്തത്തിൽ ടീമിൻ്റെ ഒരു അറ്റാക്കിനെ അത് ബാധിക്കുന്നുണ്ട്. പിന്നെ ഡെംബലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോമായി തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഡെംബലെ ഫോം ആയാലും ഇല്ലെങ്കിലും താരത്തിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിർണായക മത്സരങ്ങളിൽ താരത്തിന് അടുത്ത മത്സരം സെമിയിലൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കി കാണേണ്ടത് തന്നെയാണ്. പിന്നെ ഉണ്ടായിരുന്നത് ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡ് മത്സരമായിരുന്നു. സ്വിറ്റ്സർലൻഡ് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ കാര്യമില്ല, അതും പെനാൽറ്റിയിലോട്ട് നീങ്ങി. നേരത്തെ പോർച്ചുഗലിൻ്റെ ഫ്രാൻസിൻ്റെ മത്സരത്തിൽ പറയാൻ വിട്ട് പോയത്, പെനാൽറ്റി മിസ്സാക്കിയത് ജോ ഫെലിക്സ് അത്രയും നല്ലൊരു ചാൻസ് കിട്ടിയിട്ടും പലപ്പോഴും എല്ലാവരും പറയണതാണ് ആ ഒരു ടാലൻറ്റിനനുസരിച്ചുള്ള പ്രകടനം പുറത്തെടുക്കാൻ കഴിയാത്ത. ബാഴ്സലോണയിലും കണ്ടതാണ്, ബിഗ് മൂമെൻറ്റ്സിൽ ഫെലിക്സിനെ ഒന്നും വിശ്വസിക്കാനേ പറ്റൂല എന്നുള്ളത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പെനാൽറ്റി എടുക്കാൻ വിട്ടു, അത് മിസ്സാക്കി. വേറെ എത്രയോ താരങ്ങളുണ്ടായിരുന്നു പോർച്ചുഗലിൽ, പക്ഷേ ആ ചാൻസ് കളഞ്ഞു എന്ന് തന്നെ പറയാം. പിന്നെ ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡ്, ഇംഗ്ലണ്ട് പതിവ് പോലെ പരമ ബോറൻ ഫുട്ബോൾ തന്നെയായിരുന്നു കളിച്ച് തുടങ്ങിയത്. സാക്കനും ഫോർഡനൊക്കെ ഒരേ വിങ്ങിലിട്ടിട്ട് കോച്ച് എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. 2 പേര് ഷോട്ട് എടുക്കാൻ കഴിയുള്ള പ്ലേയേഴ്സാണ്. 2 പേര് 2 സൈഡിലൊക്കെ ഇട്ട് കളിപ്പിക്കാൻ നോക്കില്ലാതെ അങ്ങനെ. പക്ഷേ ഗോൾ കുടുങ്ങിയ ശേഷം കുറച്ചൊന്ന് ഉണർന്ന് കളിച്ചു.
അതിനുശേഷം അവർ തിരിച്ചു അടിച്ചു. പിന്നെ പെനാൽറ്റിയിൽ എത്തിയപ്പോൾ പിന്നെ ഓഫ് കോഴ്സ് എന്തായാലും ഇംഗ്ലണ്ടിന് അടിച്ച് കയറാനും സാധിച്ചു. പക്ഷേ ഇംഗ്ലണ്ട് ഫ്രാൻസ് ഇതുവരെ അത്ര നല്ല ഫുട്ബോളൊന്നും കളിക്കാത്ത ടീമുകളാണ് എത്തിയത്. പക്ഷേ ഇവർ നോക്കൗട്ട് ജയിക്കാനുള്ള ഒരു കഴിവ് അതുപോലെ ടാലൻ്റ് ഒക്കെ പ്ലേയേഴ്സിന് ഉണ്ട് എന്നുള്ളത്. ചിലപ്പോൾ ടാക്ടിക്സ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിന്ന് വരില്ല ഇത്ര ഈ നോക്കൗട്ട് അവസാനം സെമി ഫൈനലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് തന്നെ ആവും ചില സമയങ്ങളിൽ മത്സരം നിർണ്ണയിക്കുക. അതുപോലെ എക്സ്പീരിയൻസ് ഉണ്ട് ഇവർക്ക് വലിയ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള. അങ്ങനെ നോക്കുമ്പോൾ ഇവർ കപ്പടിച്ചാലും ഇവർ ഈ ഫ്രാൻസ് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ഒരു ടീം കപ്പടിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഫ്രാൻസിന് പ്രത്യേകിച്ച് അവർ ചിലപ്പോൾ ഒരു ബിഗ് മൊമെൻറ്റിൽ അവർ എംബാപ്പയുടെ അല്ലെങ്കിൽ ഡെമ്പലയുടെ ഒരു റണ്ണോ അല്ലെങ്കിൽ ഷൗമനിൻ്റെ ഒരു ലോങ് ഷോട്ടൊക്കെ അവർ ചിലപ്പോൾ മത്സരം നിർണ്ണയിക്കണേ. അതിനുള്ള കഴിവ് അവർക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഫ്രാൻസിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവരുടെ ഒരു ഡിഫൻസ് എല്ലാവരും നല്ല ഫോമിലാണ്. ജൂൾസ് കുണ്ടെ ആണെങ്കിൽ അടിപൊളി ഫോമിൽ ഫ്രണ്ടിലോട്ട് കയറിയിട്ടൊക്കെ നന്നായി കളിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ താരത്തിന് ഇനിയിപ്പോൾ അഥവാ അടുത്ത സെമി ഫൈനൽ മത്സരത്തിൽ നേരിട്ട് വരുമ്പോൾ നിക്കോ നേരിടാനുള്ളത് ജൂൾസ് കുണ്ട് തന്നെയാണ്. ഇപ്പോൾ ടൂർണമെൻറ്റിൽ തന്നെ ഏറ്റവും ഇൻഫോം ആയിട്ടുള്ള ഒരു റൈറ്റ് ബാക്കാണ് നിക്കോൻ്റെ. ഒരു ഏകദേശം അത്രയും നല്ല ഒരു റൈറ്റ് ബാക്കിനെ താരതമ്യം നേരിട്ടിട്ടുണ്ടോ എന്നുള്ള ഡൗട്ടാണ് ഈ ടൂർണമെൻറ്റിൽ ഇത്ര ഫോമായിട്ടുള്ള. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഒരു ഫേസ് ടു ഫേസ് വരുമ്പോൾ രണ്ട് കാര്യങ്ങളുടെ നിലവാരമൊക്കെ ഫാൻസിന് മനസ്സിലാവും. പിന്നെ അതുപോലെ പിന്നുള്ളത് നെതർലാൻഡ്സ് തുർക്കി നല്ല ടീം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാൽ നല്ല പ്ലേയേഴ്സ് ഉണ്ട്, അടിപൊളി പ്ലേയേഴ്സ് ഉണ്ട്. ഗോളറാണെങ്കിലും ഗോളറുടെ ബോളിംഗ് എബിലിറ്റി നല്ലൊരു കിട്ടിലും ബോളറാണ് വാർത്ത ഗോളർ. ചിലപ്പോൾ നല്ലൊരു കോച്ചും കൂടി വന്നാൽ കുറച്ചുകൂടി നല്ല ടാക്ടിക്സ് ഒക്കെ ഉള്ള ചിലപ്പോൾ ഒരു കോച്ചും കൂടി വന്നാൽ ഇവർ ഒന്നും കൂടി മുന്നേറും. ഏതായാലും ഈ യങ്സ്റ്റേഴ്സാണ് കുറേ പേര്. അവർ ചിലപ്പോൾ കളിച്ച അടുത്ത ലോകകപ്പ് യൂറോക്കെ ആകുമ്പോഴേക്കും എന്തായാലും കുറേ അത്ഭുതങ്ങൾ കാണിക്കാൻ കെൽപ്പുള്ള ടീം തന്നെയാണ് തുർക്കി. പിന്നെ നെതർലൻഡ്സ് മത്സരം ജയിച്ചു. തുടക്കം മുതൽ നമ്മൾ അത്ര ഒരു പ്രോപ്പർ സ്ട്രൈക്കർ എന്ന് പറയുന്ന ഒരാളില്ലെങ്കിലും തുടക്കം മുതലേ കരുതിയിരുന്നു ഇവർ നെതർലൻഡ്സ് കുറച്ചൊക്കെ ജയിച്ച് പോകുന്നുള്ളത്. അവർ അതുപോലെ എങ്ങനെയെങ്കിലൊക്കെ ജയിച്ച് കയറുണ്ട്. വെഗോസ്റ്റ് വന്നതൊക്കെ വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയി. താരം വന്നാൽ ഗ്രൗണ്ടിൽ എപ്പോഴാണെങ്കിലും ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റ് തന്നെയാണ്. പിന്നെ മലൻ അതുപോലെ എടുത്ത് പറയണം. അതുപോലെ നെതർലൻഡ്സിന് ഡിഫൻസ് പറയുമ്പോൾ അവരുടെ പേരൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ല സ്ട്രോങ് പ്ലേയേഴ്സാണ്. പക്ഷേ ഇതുപോലെയുള്ള മത്സരങ്ങളിൽ തുർക്കിൻ്റെ ഗോളൊക്കെ കൊടുങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ സെമിയിലോട്ടൊക്കെ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് പറയണം. അത് ഇംഗ്ലണ്ടിനെതിരൊക്കെയാണ്. അപ്പോൾ ഇനി സ്പെയിൻ ഫ്രാൻസ് എന്തായാലും രണ്ട് ഓപ്പോസിറ്റ് ധ്രുവങ്ങളിൽ കളിക്കുന്ന ടീമുകളാണ് രണ്ടും. പക്ഷേ സ്പെയിൻ നമുക്കറിയാം, സ്പെയിൻ അവർ നന്നായി കളിച്ചിട്ടില്ലെങ്കിൽ കഴിയുന്ന പോകുന്നുള്ളത് ആ ജർമ്മനീൻ്റെ ഒരു അറ്റാക്കിംഗ് സ്പെല്ല് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നോക്കിയത്. അപ്പോൾ നന്നായി വിറക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുറച്ച് സമയം ചിലപ്പോൾ ഫ്രാൻസിന് കിട്ടിയാൽ മതി, അവർ അടിച്ച് കയറിയെന്ന് വരും. പക്ഷേ സ്പെയിനിന് മത്സരം ജയിക്കണം എന്നുണ്ടെങ്കിൽ ഫുൾ ഓൺ 90 മിനിറ്റും നന്നായി തന്നെ കളിച്ചേ പറ്റിയിട്ടുണ്ടാവുള്ളൂ. അവർ ഇതുവരെ കളിച്ചിട്ടുമുണ്ട് ഇതുവരെയുള്ള സമയങ്ങളിലൊക്കെ. പിന്നെ നെതർലാൻഡ്സ് ഇംഗ്ലണ്ട് അതെങ്ങനെ ഉണ്ടാകും എന്നുള്ളത് കണ്ടന്നെ അറിയണം. ഇംഗ്ലണ്ട് ഇതുപോലുള്ള സ്വിറ്റ്സർലൻഡിനെതിരൊക്കെ ഫസ്റ്റ് കളിച്ച ഒരു ബോർഡർ ഫുട്ബോളൊക്കെയാണ് കളിക്കണമെന്നുണ്ടെങ്കിൽ നെതർലാൻഡ്സിന് പോലും. പക്ഷേ നെതർലാൻഡ്സിന് അറിയാം ഫിനിഷിങ്ങിൽ അവർക്ക് നല്ല പൊളിച്ചുണ്ട്. അവർ ഫസ്റ്റ് തന്നെ ഒന്ന് ഗോളൊക്കെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഇംഗ്ലണ്ട് ഒന്ന് ഗോൾ അടിക്കണം നോക്കിക്കാനേ കഴിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലാൻ എന്തെങ്കിലും ചെയ്യണം. DP ഒക്കെ ഫോമിലാവണം. എന്നാൽ മാത്രമേ അവർക്ക് ഗോൾ കണ്ടെത്തി മത്സരത്തിൽ ഫസ്റ്റെങ്കിലും ലീഡ് എടുത്തെങ്കിലേ ഇംഗ്ലണ്ടിനെതിരൊക്കെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. കാര്യം 1-2 ഗോളൊക്കെ കൊടുങ്ങിയാൽ പിന്നെ ഇംഗ്ലണ്ട് അവർ മൂഡ് മാറി കഴിഞ്ഞ മത്സരം കണ്ട പോലെ അവർ അറ്റാക്കിങ്ങിലോട്ട് വരും. അതോടെ പിന്നെ മത്സരം എങ്ങനെ ഉണ്ടാവുന്നുള്ളത് അറിയില്ല. പിന്നെ കോപ്പ അമേരിക്ക നോക്കുകയാണെങ്കിൽ വിചാരിച്ച പോലെ തന്നെ ബ്രസീൽ ഉറുഗ്വേനോട് തോറ്റ് പുറത്തായി. പ്രത്യേകിച്ച് വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. മത്സരത്തിൽ വിനീഷ്യസ് ഇറങ്ങിയിരുന്നില്ല. പക്ഷേ അതല്ലെങ്കിലും ബാക്കി പ്ലേയേഴ്സിൻ്റെ എൻട്രിക്കിനൊക്കെ 90 മിനിറ്റൊക്കെയാണ് കോച്ച് കളിപ്പിച്ചിട്ടുള്ളത്. അത് 17 വയസ്സായി ചെക്കൻ. ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ നന്നായി കളിക്കണില്ല എന്നുണ്ടാ പിന്നെ തിരിച്ച് കയറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യല്ലാതെ ഇങ്ങനെയൊക്കെ ഓരോ ടാക്ടിക്സുള്ള കോച്ചുമാരൊക്കെയാണ് ബ്രസീൽ ഇനിയും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം മാനേജ്മെൻറ്റെങ്കിലും അറിയണം കോച്ചിനൊക്കെ നാഷണൽ ടീമിൻ്റെ ആക്കല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള കോച്ചുമാരെ കൊണ്ടുവന്നിട്ട് ടീം വീണ്ടും താഴോട്ട് പോവുകയാണ്. ഇവർക്ക് ചുവപ്പ് കാർഡ് കിട്ടിയ ശേഷം ഉറുഗ്വേക്ക് റെഡ് കാർഡ് നാൻസിന് കിട്ടിയ ചുവപ്പ് കാർഡ് കിട്ടിയ ശേഷം വീണ്ടും ഒരു 15 മിനിറ്റോളം കിട്ടിയതാണ് ഒരു ഗോൾ അടിക്കാനുള്ളത്. പക്ഷേ അത് കണ്ടുപിടിക്കാൻ ഒരു ഗോൾ കേടാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ടീമിൻ്റെ വലിയൊരു ഫാൾട്ട് തന്നെയാണ്. പറയാതെ വയ്യ. റോഡ്രിഗോ, റാഫിനെ പറയുമ്പോൾ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സ് വീണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അതിന് സാധിച്ചില്ല. ഏതായാലും ബ്രസീൽ ഔട്ടായി. ഇനിയിപ്പോൾ അവർ നാഷണൽ ടീമിൽ വരാൻ പോണ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടറിയാം. ഇനിയുള്ളത് സെമി ഫൈനൽ മത്സരങ്ങളാണ്. അർജന്റീന, കാനഡ, അതുപോലെ ഉറുഗ്വേ, കൊളംബിയ എന്തായാലും നല്ല മത്സരമാണെന്ന് പ്രതീക്ഷിക്കാം. രണ്ട് ടീമും നല്ല ഫോമിലാണ്. ഇങ്ങനെ നോക്കാം ടൂർണമെൻറ്റിൽ മാത്രം ഫോമാവണ റോഡ്രിഗസ് ഒക്കെ പതിവ് ഫോമിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഉറുഗ്വേ ഗോൾ സ്കോറിങ്ങിൽ ടീം നന്നായി കളിക്കണമെങ്കിലും കഴിഞ്ഞ മത്സരങ്ങളിൽ ഗോൾ സ്കോറിങ്ങിൽ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. ഡാർവിൻ ന്യൂനസൊക്കെ
ഫോമിലാവാതെ സ്കോറിങ് കണ്ടെത്താതെ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇങ്ങനത്തെ താരങ്ങളെ. അവർ ഫോമിലാവാതെ ഉറുഗ്വേക്ക് വലിയ പ്രതീക്ഷ വേണ്ട പെനാൽറ്റിക്ക് പോകാതെ ജയിക്കാൻ കഴിയുന്നുള്ളത്. പിന്നെ അർജന്റീന കാനഡയാണ് വലിയ അത്ഭുതങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിൽ അർജന്റീന തന്നെ ജയിച്ച് കയറും. മെസ്സിൻ്റെ ഫോം പരിക്കിന് ശേഷം മെസ്സി ഫുള്ളായിട്ട് ഫിറ്റ്നസ് വീണ്ടെടുത്തു എന്നുള്ളത് ഒരു ചോദിച്ചിട്ടാണ്. കഴിഞ്ഞ മത്സരത്തിലൊന്നും സത്യം പറഞ്ഞാൽ ഗ്രൗണ്ടിലേ കാണാണ്ടായിരുന്നില്ല പല സമയത്തും. മിക്കവാറും ഒരു ഫസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് റെസ്റ്റ് എടുക്കണം തന്നെ ആവും നല്ലത്. മിക്കവാറും അവസാനത്തിൽ 10 മിനിറ്റ് മാത്രം കളിച്ച് ടീമിന് ജയിക്കാൻ കഴിയുന്നെങ്കിൽ പിന്നെ ഫൈനലിന് വേണ്ടി ഒരുക്കണം തന്നെയാവും നല്ലതെന്ന് തോന്നുന്നു. കാരണം കാനഡയാണ് വലിയ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ടീമൊന്നുമില്ല. അർജന്റീനയ്ക്ക് മെസ്സില്ലാതെ അവർക്ക് കീഴടക്കാൻ കഴിയുണ്ടാവും. പിന്നെ ഉറുഗ്വേ കൊളംബിയ ഈ പറഞ്ഞ പോലെ ഉറുഗ്വേൻ്റെ മാച്ച് കളിയൊക്കെ കൊള്ളാം, പക്ഷേ സ്കോറിംഗ് ഇല്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ ഫൈനലൊന്നും കൂടി ഒരു എൻഗേജിങ് ആവണമെന്നുണ്ടെങ്കിൽ ഉറുഗ്വേ അർജന്റീനയൊക്കെ വന്നാൽ നല്ല രസമുണ്ടാവും. കൊളംബിയ നല്ല ഫോമിലാണ്, പറയാതെ ചെയ്യാം. പിന്നെ നോക്കാനുള്ളത് ഇന്ത്യൻ്റെ സിംബാബ്വേയായിട്ടുള്ള T20 മാച്ചാണ്. അപ്പോൾ യൂത്ത് ടീമാണ് പോയത്. സീനിയർ താരങ്ങൾ ആരുമില്ല. ഗില്ലായിരുന്നു ക്യാപ്റ്റൻ, എല്ലാവർക്കും അറിയുന്നത് പോലെ. ഇപ്പോൾ ആദ്യ മത്സരം തോറ്റപ്പോൾ ഏകദേശം യൂത്ത് ടീമിൻ്റെയൊക്കെ ഒരു കഴിവിനെ കുറിച്ചൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് അത് സിംബാബ്വേനോടൊക്കെയാണ് തോറ്റത് ഫസ്റ്റ് മാച്ച്. പക്ഷേ സെക്കൻഡ് മാച്ചിൽ നന്നായി തിരിച്ചു വന്നു. അഭിഷേക് ശർമ്മൻ്റെ 100 പ്രത്യേകിച്ച് പറഞ്ഞാൽ 47 ബോൾ, വെറും 47 ബോൾ നിന്നാണ് 7 4 8 6 100 റൺസ് എടുത്ത് ഔട്ടായി. പക്ഷേ നല്ലൊരു ഡെബ്യൂ തന്നെയാണ് താരത്തെ എന്ത് പറഞ്ഞാൽ. പിന്നെ അതുപോലെ ഋതുരാജ് ഗെയ്ക്വാദ് ടീമിൽ കിട്ടുന്ന ചാൻസ് മുതലാക്കാൻ കഴിഞ്ഞിട്ടുള്ള നല്ല കാര്യമാണ് താരത്തിന്. പിന്നെ 47 ബോളിൽ നിന്ന് 77 റൺസ് എടുത്തു. പിന്നെ റിങ്കുവിൻ്റെ കാര്യമാണ് 22 ബോളിൽ നിന്ന് 48. റിങ്കുവിനെ ലോകകപ്പിലും ടീമിൽ കിട്ടിയിരുന്നില്ല. അപ്പോൾ എങ്ങനെയായാലും ടീമിൽ കിട്ടുന്ന ചാൻസ് പെർഫോം ചെയ്യാന്നുള്ളതല്ലാതെ വേറെ ഒരു ഇതിനി വരുന്നില്ല, വേറൊരു പോയിന്റ് ഇല്ല. കാര്യം ടീമിൽ T20 ടീമിൽ ഇനി റിങ്കു അഭിഷേകൊക്കെ ആവും ഇനി മിക്കവാറും പോയ ഈ വിരമിച്ച താരങ്ങളുടെ ഒഴിവിലോട്ട് വരാനുള്ളത്. അപ്പോൾ എങ്ങനെയായാലും കിട്ടുന്ന ചാൻസിൽ മാക്സിമം സ്കോർ ചെയ്യാൻ, മാക്സിമം തിളങ്ങാൻ നല്ലതല്ലാതെ ഇവർക്ക് ചാൻസ് ഇല്ല. അപ്പോൾ ഏതായാലും സീരീസ് ഏതായാലും 1-1 ടൈ ആയി നിൽക്കണം 5 മാച്ചുള്ളത്. അങ്ങനെയാണ് ക്രിക്കറ്റിൽ. പിന്നെ ഇനിയുള്ളത് യൂറോ അതുപോലെ കോപ്പ മത്സരങ്ങളൊക്കെയാണ് മുന്നിലുള്ളത്. എന്തായാലും അഭിപ്രായം അറിയിക്കുക. നന്ദി.